അനുഗ്രഹത്തിന് വേണ്ടി പ്രത്യേകം ക്ഷണിക്കപ്പെട്ടതിൻ്റെ ഒരു വലിയ അടയാളമാണ്. ഈ കാലങ്ങളിൽ ഈ സമയത്ത് ഓൺലൈനിൽ കർത്താവിൻ്റെ ആരാധന കൂടുന്നവരും ഉടമ്പടിയുടെ ആന്തരികമായ ഓരോ ലോക്കുകൾ അഴിക്കുന്നത് ഈ ആരാധനയിലെ വചന സന്ദേശത്തിലൂടെയാണ്. ദൈവത്തിന് തോന്നണം നീ ദൈവത്തെ സ്നേഹിക്കുന്നു, പിന്നെ ദൈവത്തെയാണ് ഏകദൈവമായി ആശ്രയിക്കുന്നത്. അതുപോലെ നിനക്കും ആത്മാവിലെ ആരാധിക്കുമ്പോൾ ആന്തരികമായ സന്തോഷം താനേ വരണതാണ്. ഞങ്ങളൊക്കെ ഇടയ്ക്ക് നിങ്ങളെ ഒന്ന് നിങ്ങളിങ്ങനെ മോട്ടിവേറ്റൊക്കെ ചെയ്യും. പക്ഷേ ഡിവൈഡ് ഓഫ് എനി മോട്ടിവേഷൻ ഇറ്റ്സ് എ സ്പോണ്ടേനിയസ് ആക്ഷൻ. നമ്മൾ ഇങ്ങനെ പറഞ്ഞു തരാതെ തന്നെ അഭിഷേകത്തിൽ നമുക്കിങ്ങനെ ദൈവത്തോട് സ്നേഹം ഇങ്ങനെ പതഞ്ഞു വരിക. വല്ലാത്ത സ്നേഹം തോന്നുന്ന ഒരു സമയം നിങ്ങൾ എവിടെയായിരിക്കുമോ അതിന് ഒരു മുട്ടുകുത്താൻ പരുവമുള്ളൊരു സ്ഥലത്താണെങ്കിൽ അപ്പോൾ മുട്ടുകുത്താമെന്നാണ് അച്ഛൻ്റെ അഭിപ്രായം. കാര്യം നമ്മൾ 2-3 കാര്യങ്ങൾ അതിലൂടെ പറയുന്നു. ഒന്ന്, നമ്മൾ ദൈവത്തിൻ്റെ സാന്നിധ്യം ഫീൽ ചെയ്യുന്നു. ഒരു കാര്യം ഞാൻ ഉറപ്പിച്ച് പറയാമേ, ഞാനൊരു 10 ഇപ്പോൾ ഈ സഭയിൽ വന്നിട്ട് തന്നെ 46 കൊല്ലമായി. 46 കൊല്ലം മുമ്പ് ഞാൻ സെമിനാരിൽ ചേരണം. അപ്പോൾ അന്ന് മുതൽ ഇന്ന് വരെ ഉള്ള വ്യത്യസ്തങ്ങളായ പ്രാർത്ഥനാ രീതികൾ, മെഡിറ്റേഷൻ റൈറ്റുകൾ ഒക്കെ കണ്ടാലും നമുക്ക് മനസ്സിലാകുന്ന ഒരു യാഥാർത്ഥ്യമുണ്ട്. ഇതിനെല്ലാം ആൾക്കാർക്കുണ്ടാകുന്ന റിസൾട്ട് വാലുവേറ്റ് ചെയ്യുമ്പോൾ നമുക്കുണ്ടാകുന്ന ഏറ്റവും വലിയ ഒരു നെറ്റ് ഇഫക്റ്റ് ഉടമ്പടിയിലെ ദൈവജനം അനുഭവിക്കുന്ന ദൈവത്തിൻ്റെ തനി സാന്നിധ്യമാണ്. അത് ആദ്യകാലങ്ങളിൽ ഞാൻ ഓർത്തിരുന്നത് ഇത് ഓരോരുത്തരുടെ ആധ്യാത്മികമായ ഒരു കപ്പാസിറ്റിയുടെ ഭാഗമായിട്ട് ഒറ്റപ്പെട്ട അനുഭവങ്ങളായിട്ട് വരുന്നതാണ് എന്നാണ് എനിക്ക് 2016 മനസ്സിലായിക്കൊണ്ടിരുന്നത്. പക്ഷേ ഇപ്പോഴ് നമുക്കറിയാം, ആൾക്കാർ സാക്ഷ്യം പറയുമ്പോൾ വ്യത്യസ്തമായ ദൈവത്തിൻ്റെ സാന്നിധ്യം എല്ലാ ദിവസവും ആരെങ്കിലും തിരിച്ചറിഞ്ഞതായിട്ട് വെളിപ്പെടുത്തുന്നുണ്ട്. അവിടെ സാക്ഷ്യം തിരിച്ചറിഞ്ഞതായിട്ട് ദൈവത്തിൻ്റെ സാന്നിധ്യം തിരിച്ചറിഞ്ഞതായിട്ട് അവർ വെളിപ്പെടുത്തുന്നുണ്ട്. അപ്പോഴേ എനിക്ക് മനസ്സിലായ ഒരു സത്യം, ഉടമ്പടി ബേസിക്കായിട്ട് ഉടമ്പടി ദൈവത്തിൻ്റെ സാന്നിധ്യം ബൈ പേഴ്സണൽ പ്രസൻസ് നമുക്ക് അനുഭവവേദ്യമാക്കുന്ന ഏറ്റവും ശക്തമായ ഒരു ദൈവിക പദ്ധതിയാണ്. അതുകൊണ്ട് തന്നെ എനിക്ക് നിങ്ങളോട് ഉള്ള ഒരു അപേക്ഷ, നിങ്ങൾ ഈ വിഷയങ്ങളെല്ലാം ഒന്നുകൂടി പഠിക്കണം എന്നുള്ളതായിരിക്കും. ഉടമ്പടിയെക്കുറിച്ച് പഠിച്ചിട്ട് ഇതിൻ്റെ ഓരോ സബ്മിഷൻസ് വരുമ്പോൾ എല്ലാം നിങ്ങൾ തന്നെ ചോദിക്കണം, എന്തിനാണ് ഇങ്ങനെ സബ്മിറ്റ് ചെയ്യണത്, എന്തുകൊണ്ടാണ് ഞാൻ ഈ പ്രത്യക്ഷീകരണ പ്രാർത്ഥന വായിക്കുന്നത്, എന്തുകൊണ്ടാണ് ഞാൻ ഈ ഉടമ്പടി തൈലം തേക്കുമ്പോൾ വിശ്വാസ പ്രമാണം ചെല്ലണമെന്ന് പറയണത്, അല്ലെങ്കിൽ ഉടമ്പടി ഉപ്പ് തളിക്കുമ്പോൾ വിശ്വാസ പ്രമാണം ചെല്ലണമെന്ന് പറയണത്. അപ്പോൾ ഇതൊക്കെ അതിൻ്റെ ചെയ്വനകൾ ആണ്. എന്ത് ചെയ്യുന്നു എന്നുള്ളതല്ല പ്രശ്നം. എന്ത് ചെയ്താലും ഒരു 50% റിസൾട്ടേ നമുക്ക് കിട്ടത്തുള്ളൂ. പക്ഷേ നിങ്ങളതിൻ്റെ തിയററ്റിക്കൽ സൈഡ് നോക്കണം. പ്രാക്ടിക്കൽ സൈഡിന് 50 പോയിൻ്റാണ് ഉള്ളത്. ഉദാഹരണത്തിന് നിങ്ങൾ ഉപ്പ് കൊണ്ടുപോയി യൂണിവേഴ്സിറ്റിയുടെ വാതിക്ക് ഇടുന്നു. അപ്പോൾ ബുദ്ധിയുള്ള വിചാരിക്കും, എന്ത് മണ്ടത്തരമാണ് ഈ ശാസ്ത്രീയ യുഗത്തിൽ ബുദ്ധിബോധമില്ലാത്ത മനുഷ്യനെ അന്ധവിശ്വാസം തലേ കയറ്റിയിട്ട് ഓരോ ഭ്രാന്തന്മാരെ കാണിച്ചു കൂട്ടുന്ന കളി കണ്ടില്ലേ എന്ന് ചിലർക്ക് തോന്നാം.
പക്ഷെ ആ ഉപ്പിടുന്ന ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം അവരെങ്ങനെ അത് എങ്ങനെയാണ് അത് ചെയ്യണത് എന്ന് പറഞ്ഞ് ഉപ്പ് കൊണ്ടുപോയി ലോകം മുഴുവൻ വിതറന്നല്ല ഞാൻ പറയണത്. അറ്റ കൈക്ക് ചില സമയത്ത് വിശ്വാസം എക്സിക്യൂട്ട് ചെയ്യണ ഒരു സമയമുണ്ട്. അല്ല, ഇതൊരു സർവ്വസാധാരണമായ ഒരു ആപ്ലിക്കേഷൻ മോഡല്ല. തോന്നുമ്പോൾ ഉപ്പ് വിതറുകയും ഓരോരോ കാര്യം ചെയ്യുക, അത് ബുദ്ധിയും ബോധം ഇല്ലാത്തവർ തന്നെ ചെയ്യണത്. പക്ഷേ ഇത് അറ്റക്കൈ, എനിക്ക് എൻ്റെ കയ്യിൽ ഇനി വേറെ ഓപ്ഷൻസ് ഒന്നുമില്ല എന്ന് പറയുമ്പോൾ അവരെന്തുകൊണ്ടാണ് അത് ഇടുമ്പോഴെന്താ സംഭവിക്കണത്? നമ്മൾ ആ മേഖല മുഴുവനും ക്രിസ്തുവിൻ്റെ അധികാരത്തിൽ കൊണ്ടുവരികയാണ്. ദാറ്റ് ഈസ് വാട്ട് ഇറ്റ് ഈസ് ആക്ച്വലി ഹാപ്പൻ. കാര്യം നമ്മളുടെ ഒരു ശക്തി പോയി അവിടെ. അതായത് ഇപ്പോൾ ഒരു ചെടുത്ത് സാക്ഷ്യം പറഞ്ഞ എന്താ മകളുടെ കാര്യത്തിന്, ടീച്ചർ സാക്ഷ്യം പറഞ്ഞ എന്താ, അവർ യൂണിവേഴ്സിറ്റി കൊണ്ടുപോയി, ഗാന്ധി യൂണിവേഴ്സിറ്റിയിൽ കൊണ്ടുപോയി, എൻ്റെ വാദിക്കേ കൊണ്ടുപോയി, ആരും ചവിട്ടാത്ത സ്ഥലത്ത് കൊണ്ടുപോയി ഉപ്പിട്ടെന്നാണ് പറഞ്ഞത്. ഉപ്പിടുന്നത് എന്തിനാണ്? അതൊരു മീഡിയമാണ്. എന്നിട്ട് എന്താണ് ഇവർ ചെല്ലണത്? തെറ്റിക്കാതെ വിശ്വാസ പ്രമാണം ചെല്ലും. എന്നുവെച്ചാൽ അർത്ഥം എന്താണ്? നമ്മളൊരു പദാർത്ഥം, ഒരു മെറ്റീരിയലാണത്, ഉപ്പായാലും എന്തായാലും. ആ മെറ്റീരിയൽ നമ്മൾ സ്ഥാപിക്കണം. ഇപ്പോൾ മെറ്റീരിയൽ എന്ന് പറയുന്ന സംഭവം, പദാർത്ഥം, അത് ചില സമയത്ത് മീഡിയമായിട്ട് വർക്ക് ചെയ്യും. മീഡിയം, ഇപ്പോൾ കുരിശ് പോലും ഒരു മീഡിയമല്ലേ? കർത്താവിന് വേണമെങ്കിൽ പിതാവായ ദൈവത്തിന് മനുഷ്യൻ്റെ പാപങ്ങളെല്ലാം മോചിച്ചിരിക്കണമെന്ന് ഒറ്റ വാക്ക് പറഞ്ഞാൽ പോരെ. പക്ഷെ ദൈവനീതി അങ്ങനെയല്ല. ദൈവനീതി എക്കാലത്തേക്കുമുള്ള രക്ഷയുടെ ഒരു സമവാക്യമോ സൂത്രവാക്യമാകുമ്പോൾ ആർക്കെല്ലാം അതിൻ്റെ അകത്ത് ഏതെല്ലാം കാലഘട്ടത്തിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുന്നു അവർക്കെല്ലാം റിട്ടേൺസ് കിട്ടും. നമ്മുടെ വിശ്വാസത്തെ ഒരു വേദപാഠകാല ക്ലാസ്സിൽ നിന്ന് പഠിച്ചെടുക്കേണ്ട അതിൻ്റെ ഒരു മൈനർ ആയിട്ടുള്ള ഒരു വിഷയത്തിൽ നിന്ന് നമ്മൾ കുറച്ചുകൂടി അതിൻ്റെ ഹയർ ഗ്രേഡിലേക്ക് വരുമ്പോൾ ഈ വിഷയത്തെക്കുറിച്ച് ബുദ്ധിപരമായ ചില അപ്രിഹെൻഷൻസ് വേണം. വാട്ട് വി ആർ ആക്ച്വലി ഡൂയിങ്, അതൊരു ഇൻസ്റ്റാലേഷനാണ്, സ്ഥാപിക്കലാണ്. നമ്മൾ കാശ് രൂപം കുഴിച്ചിടുന്നതെന്ന് പറയരുത്, അതൊക്കെ ചുമ്മാ ഈ കൂടുതൽക്കാർ പറയണതാണ്. വാട്ട് വി ആർ ഡൂയിങ് ഈസ് ഇൻസ്റ്റാലേഷൻ ഓഫ് ദി മെഡൽ. സ്ഥാപിക്കണത് നിനക്ക് സ്വാധീനമില്ലാത്ത സ്ഥലം, നിനക്ക് സ്വാധീനമില്ലാത്ത വിഷയം, അവിടെ പിന്നെ ആർക്കാണ് സ്വാധീനം ഉണ്ടാകണത്? ക്രിസ്തുവിനാണ്. ഉറപ്പല്ലേ? മാനുഷികമായ സ്വാധീനം അസ്തമിക്കുമ്പോൾ പിന്നെ എന്താ മാർഗം? അവിടെ ദൈവസ്വാധീനമേ പറ്റത്തുള്ളൂ. എന്തുകൊണ്ടാണ് ക്രിസ്തുവിനെ നമ്മൾ റിയലൈസ് ചെയ്യാൻ കാരണം? ക്രിസ്തുവിനെ ആപ്ലിക്കേറ്റ് ചെയ്യാൻ വേണ്ടി, ക്രിസ്തുവിനെ ലഭിക്കാൻ, ക്രിസ്തുവിൻ്റെ ശക്തിക്ക് അധീനമാക്കാൻ വേണ്ടി നമ്മൾ ചെയ്യുന്ന ഒരു ഇൻസ്റ്റാലേഷൻ പ്രക്രിയയാണ്. എന്തുകൊണ്ടാണ് അങ്ങനെ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ക്രിസ്തുവിനെ സംബന്ധിച്ചിടത്തോളം അവൻ എല്ലാമാണ്. മനസ്സിലായില്ലേ? ക്രിസ്തു ഉടമ്പടി റിലേ ചെയ്യണത് കൊളോസ്യസ് 3:11 എന്താണ്? ക്രിസ്തു എപ്പോഴും പറയണ അച്ഛൻ എന്താണ്? ക്രിസ്തു എല്ലാമാണ്. പിന്നെ എന്താണ്? ക്രിസ്തു എല്ലാവരിലേക്കും ആപ്ലിക്കബിളാണ്, എല്ലാവരിലുമാണ്. കൊളോസ്യസ് 3:11. ഇനി help those who have all kind of troubles. ആദിമസഭയിൽ പലതരത്തിൽ പ്രശ്നമുള്ള ആൾക്കാരുണ്ടായിരുന്നു. നമ്മളൊരു അപ്പോസ്റ്റലിക് സ്പിരിച്വാലിറ്റിയാണ് ഫോളോ ചെയ്യണത്. ട്രഡീഷണലാണ്, പക്ഷേ അപ്പോസ്റ്റലിക്. ഞാനെപ്പോഴും നോക്കുന്ന എൻ്റെ നിങ്ങൾക്ക് എന്തെങ്കിലും ഞാൻ തരികയോ നിങ്ങൾക്ക് തരാൻ വേണ്ടി ഞാൻ എന്തെങ്കിലും ദൈവത്തോട് ചോദിക്കുകയോ ചെയ്യുമ്പോൾ ഞാനെപ്പോഴും ഈശോയെ പറയും, ബ്രാൻഡഡ് ആയിരിക്കണം, അപ്പോസ്റ്റലിക് ആയിരിക്കണം എന്ന് പറയും. ഞാൻ അങ്ങനെ എപ്പോഴും ചിന്തിച്ചിട്ടുള്ളൂ, അപ്പോസ്റ്റലിക് ആയിരിക്കണം. കാര്യം അപ്പോസ്റ്റലിക് ആകുമ്പോൾ മനുഷ്യൻ്റെ ഇമാജിനേഷൻസ് ഒന്നും ഇല്ലാതെ, മനുഷ്യൻ്റെ ഓരോ കാലഘട്ടങ്ങൾക്ക് ദൈവം കൊടുക്കുന്ന പ്രത്യേകമായ പദ്ധതി പ്രകാരമുള്ള പുതിയ ട്രഡീഷൻസ് അല്ലാതെ റോ
ആയിട്ട് ആദിമസഭ അനുഭവിച്ച പവർ ഓഫ് ദി ലോഡ്, ദൈവത്തിൻ്റെ ശക്തി. അതാണ് നമ്മൾ ഉടമ്പടിയാണെങ്കിലും ഉടമ്പടി ആദിമസഭയ്ക്ക് മുമ്പേ ഉള്ളതാണ് അല്ലേ. മോസസ് എബ്രാഹത്തിൻ്റെ കാലം മുതലുള്ള പൗരാണികമായ ദൈവിക പദ്ധതിയാണ്. ഈ എബ്രാഹത്തിൻ്റെ കാലം മുതലുള്ള പൗരാണികമായ ദൈവിക പദ്ധതി വാഗ്ദാനങ്ങളുടെ അടിസ്ഥാനമാണ്. 7582 ചില വെബ്സൈറ്റുകൾ പറയും, ചില വെബ്സൈറ്റുകൾ 8552 പറയും. അത്രയും വാഗ്ദാനങ്ങളുണ്ട് ബൈബിളിൽ. മനുഷ്യൻ്റെ ഈ ഫിസിക്കാലിറ്റി, അതുപോലെ തന്നെ അവൻ്റെ സ്പിരിച്വാലിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ ശരീരവും അവൻ്റെ ആത്മാവും മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി ദൈവത്തിൻ്റെ ഇടപെടൽ ഉറപ്പുവരുത്താൻ പറ്റുന്ന ഒരു പദ്ധതിയാണ് ഈ വാഗ്ദാനമെന്ന് പറയുന്നത്. അങ്ങനെ 8000ഓളം വാഗ്ദാനങ്ങൾ ദൈവം ബൈബിളിൽ കൊടുത്തിട്ടുണ്ട്. ഈ വാഗ്ദാനമെല്ലാം നമ്മൾക്ക് എന്തിനുള്ളതാണ്? വാഗ്ദാനം നമ്മൾ എന്താ ചെയ്യണത്? വാഗ്ദാനം നമ്മൾ പ്രാപിക്കുകയാണ് ചെയ്യണത്. ക്ലിയർ അല്ലേ? 3 റെലംസിലേക്കാണ് നമ്മൾ വാഗ്ദാനം പ്രാപിക്കണത്. ഒന്ന്, നമ്മുടെ ശരീരത്തിൽ വാഗ്ദാനം പ്രാപിക്കും, അപ്പോൾ ആണ് ഹീലിംഗ് ഉണ്ടാകണത് ഇല്ലേ. രണ്ടാമത്, നമ്മുടെ മനസ്സിൽ വാഗ്ദാനം പ്രാപിക്കും, അപ്പോൾ ധൈര്യം ഉണ്ടാകും. നമ്മുടെ ആത്മാവിൽ വാഗ്ദാനം പ്രാപിക്കും, അപ്പോൾ നിത്യജീവൻ ഉണ്ടാകും. ഇങ്ങനെ എല്ലാം ക്രിസ്തുവിൻ ആണ്. നമുക്കറിയാമല്ലോ, സകല വാഗ്ദാനങ്ങളും പറഞ്ഞേ, സകല വാഗ്ദാനങ്ങളും ക്രിസ്തുവിൽ അതേ എന്ന് തന്നെ. ക്ലിയർ ആയില്ലേ? അപ്പോൾ 8000 വരുന്ന വാഗ്ദാനങ്ങൾ ഇനി ഒരു 4000 കൊല്ലം മനുഷ്യരാശി മുന്നോട്ട് പോകുകയാണെങ്കിൽ അന്ന് ആവശ്യമായ മനുഷ്യൻ്റെ അടിസ്ഥാന ആവശ്യങ്ങൾ അതെല്ലാം അഡ്രസ്സ് ചെയ്തുകൊണ്ടാണ് ദൈവം വാഗ്ദാനം തന്നിരിക്കുന്നത്. മനസ്സിലായില്ലേ? അല്ലാതെ ഈ കാലഘട്ടത്തിൽ വാഗ്ദാനം തീരുന്നില്ല. ഒരു 4000 കൊല്ലം കൂടി ഹ്യൂമാനിറ്റി സർവൈവ് ചെയ്യുകയാണെങ്കിൽ അന്ന് ഉള്ള ആവശ്യങ്ങൾ വ്യത്യസ്തമായിരിക്കും. ഇപ്പം ഞാൻ ചില സമയത്ത് അപ്പോളോയിലൊക്കെ പോയ ആൾക്കാർ അവർ ക്യാപ്സൂൾ കഴിച്ചുകൊണ്ടാണ് പോയത് അല്ലേ. 4 ദിവസത്തെ ഭക്ഷണമായിട്ട് ക്യാപ്സൂൾ കഴിച്ചുകൊണ്ട് പോയി. ബഹിരാകാശ ജീവികൾക്കെല്ലാം ക്യാപ്സൂൾ കഴിക്കാൻ പറ്റത്തുള്ളൂ, ക്യാബേജ് മുഴുവൻ തിന്നാൻ പറ്റുമോ. അപ്പോൾ അതെല്ലാം അതിൻ്റെ മിനറൽസ് എല്ലാം എടുത്ത് വൈറ്റമിൻസ് എല്ലാം എടുത്തിട്ട് ആ ക്യാപ്സൂളാക്കിയിട്ട് ഒരു ബോഡി മെയിൻറ്റെയിൻ ചെയ്യാൻ ആവശ്യമായ സംഭവങ്ങൾ അത്രേ ഉള്ളൂ. അപ്പോൾ ഇനി മനുഷ്യരാശി മുന്നോട്ട് പോകണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഇന്ന് കാണുന്ന കിച്ചൺ വരെ അപ്രത്യക്ഷമാകാൻ സാധ്യതയുണ്ട്. ഇന്ന് കാണുന്ന കിച്ചൺ വരെ ഇപ്പോൾ നമ്മുടെ ആദ്യം ഫയർ ഫ്രീ ആയി, പിന്നെ ഗ്യാസ് ഫ്രീ ആയി. ഇപ്പോൾ കിച്ചണിൽ ഗ്യാസൊന്നുമില്ല, വേറെ ഒരു തരം കിച്ചണാണ് വരുന്നത്. അതുപോലെ തന്നെ ഇനി കിച്ചൺ പോലും വേണ്ടാത്തൊരു കാലം ഉണ്ടാവും. കിച്ചൺ പോലും ആവശ്യമില്ലാത്തൊരു കാലം ഒരു പക്ഷേ 1000 കൊല്ലമോ 500 കൊല്ലമോ കഴിയുമ്പോൾ ഉണ്ടാകും. ഇവിടെ എന്താ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ ഈ മനുഷ്യരാശി മുന്നോട്ട് പോകും തൊട്ട് ആ കാലങ്ങളെല്ലാം നമുക്ക് സമ്മർദ്ദത്തിലാക്കുന്ന വ്യത്യസ്തങ്ങളായ ബേസിക്സുകൾ, നീഡുകൾ, അടിസ്ഥാന ആവശ്യങ്ങൾ അതിനെ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ടാണ് ബൈബിള് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അതുകൊണ്ടാണ് പറയണത് 1 കൊരിന്ത്യർ 1:20 വായിച്ചോളൂ. ശ്രുതികട്ടെ ഹല്ലേലൂയ. 1:20 ദൈവത്തിന്റെ സകല വാഗ്ദാനങ്ങളും എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ സകല വാഗ്ദാനങ്ങളും ക്രിസ്തുവിൽ അതേ എന്ന് തന്നെ. വാഗ്ദാനം നമ്മളെങ്ങനെ പ്രാപിക്കണം? സകല വാഗ്ദാനങ്ങളും ക്രിസ്തുവിൽ. അപ്പം അതിൻ്റെ എല്ലാം ഉണ്ടേ. നിങ്ങളുടെ IELTS-ഉം വസ്തുവിൽപ്പനയും എല്ലാ വിഷയമുണ്ട്, സകലമാണ്. അത് ഓർത്തേക്കണം. മരിയൻ ഉടമ്പടി എന്തുകൊണ്ടാണ് മരിയനാകണം? അതിൻ്റെ കാരണം എന്താണ്? മരിയൻ ഉടമ്പടി സ്വാഭാവികമായിട്ടും ബൈബിളിൽ വാഗ്ദാനം പ്രാപിക്കാനുള്ള ഒരു നടപടിക്രമമാണ്. ബട്ട് വി ആർ ഡൂയിങ് മരിയൻ കവനൻറ്റ്. വൈ? എന്തുകൊണ്ടാണ് മരിയനാകാൻ കാര്യം? മരിയനാകാൻ കാരണം ടൈമാണ് പ്രശ്നം. കാര്യം മനുഷ്യന്മാരുടെ എപ്പോഴും അഭിമുഖീകരിക്കുന്ന ഒരു പ്രോബ്ലം ടൈമാണ്. എപ്പോഴും ടൈം ആൻഡ് പ്ലേസ്.
നമുക്ക് സമ്മർദ്ദങ്ങൾ വരാൻ സാധ്യതയുള്ളത്, നമുക്ക് ഗുണമോ ദോഷമോ വരാൻ സാധ്യതയുള്ള 2 എൻറ്റിറ്റി എന്ന് പറയുന്നത്, ഒന്ന് ടൈമാണ്, പിന്നെ എന്താണ്, ഒന്ന് സ്പേസ്, ഒന്ന് കാലം വില്ലനാവും അല്ലേ. ഇപ്പോൾ നിങ്ങൾക്ക് 37 വയസ്സായി എന്ന് പറയുമ്പോൾ നിങ്ങൾ കണ്ണാടി നോക്കിയിട്ട് മുടി നിറച്ചു, ഇപ്പോൾ കല്യാണം കഴിച്ചില്ല, എനിക്ക് എന്നൊക്കെ പെണ്ണ് കിട്ടുമോ എന്നൊക്കെ നിൽക്കുമ്പോൾ കാലമാണ് പ്രശ്നം ഉണ്ടാക്കുന്നത് അവിടെ അല്ലേ. കാലം വില്ലനായി നിൽക്കും. ഇനി ദൈവം എപ്പോഴും ചിന്തിക്കണം, അതുപോലെ സാഹചര്യം. ഇപ്പം നമ്മുടെ നെടുമ്പാശ്ശേരിയിലൊക്കെ നിൽക്കുകയാണെങ്കിൽ, വിമാനത്താവളത്തോട് നിൽക്കുകയാണെങ്കിൽ ആൾക്കാർ കള്ളം കൊണ്ട് കൊടുത്താണ് ഇപ്പോൾ വിമാനത്തേക്ക് കയറണത്. പണ്ടൊക്കെ കൂളിംഗ് ഗ്ലാസ്സൊക്കെ വെച്ച് നല്ല ടിപ്പ് ടോപ്പ് ഡ്രസ്സൊക്കെ ഉപയോഗിച്ച് മറ്റേ ഇതൊക്കെ എയർ സ്യൂട്ടൊക്കെ ഉപയോഗിച്ചാണ് ആൾക്കാർ കയറിക്കൊണ്ടിരുന്നത്. ഇപ്പം അങ്ങനെയല്ല. ഇപ്പം ആൾക്കാർ പ്രൈവറ്റ് ബസ്സൊക്കെ കണ്ട പോലെ കയറിപ്പോവുകയാണ്. രാജ്യം പിടിക്കുകയാണ്, കേരളം രാജ്യം പിടിക്കുകയാണ്. ഒരിക്കലും ചിന്തിക്കാതിരുന്ന ഇപ്പം ചെറുപ്പക്കാർ പോകുന്നതിൽ പ്രശ്നമില്ല. അതല്ല, ഇപ്പോഴും ചെറുപ്പക്കാരെ വിടുന്നത് എന്താണ്, മാതാപിതാക്കന്മാർക്ക് ഈ സ്ഥലം മടുത്തതുപോലെയാണ്. പല മാതാപിതാക്കന്മാരുടെ ആവേശത്തോടെ മക്കളെ പ്രൊമോട്ട് ചെയ്യണം. എന്തിനാണ്? അവർക്കും പോകാൻ വേണ്ടിയാണ്. അവർക്കൊരു ഷിഫ്റ്റ് ആവശ്യമാണ്. അവരൊരു ഷിഫ്റ്റാണ്. കഴിഞ്ഞ ദിവസങ്ങളിലൊരു സംഭവം ഞാൻ ഒരു തൊഴിലാളി നേതാവ്, കുറേ നേതാക്കന്മാരൊക്കെ ആയിട്ട് ബന്ധമുണ്ടല്ലോ, ഈ വിഴിഞ്ഞ സമരത്തിൻ്റെ ഒരു ഭാഗമാണ്. അപ്പോഴേ ഞങ്ങളിടയ്ക്ക് ഡിസ്കസ് ചെയ്തപ്പോൾ ഒരു അമ്മ, ഇന്നലെ ഒരു ഡിസ്കഷനായിരുന്നു ഞാനിപ്പോൾ പറയണം, ഒരമ്മ കൂടാരത്തിൻ്റെ വാതിക്കലിരിക്കുകയാണ്. കൂടാരം എന്ന് പറഞ്ഞത് ഈ ഇപ്പോഴത്തെ അവസ്ഥ കടൽ കയറിപ്പോയി 2 നില വീടുണ്ടായിരുന്ന ആൾക്കാരാണ്. 2 നില വീടുണ്ടായിരുന്ന ആൾക്കാരാണ്. ഈ തുറമുഖം വന്നതോടുകൂടി അതിൻ്റെ കടലിലോട്ട് ഉള്ള പുലിമുട്ടുകൾ 10-300 മീറ്റർ കെട്ടിയപ്പോൾ തന്നെ വെള്ളത്തിൻ്റെ ഒഴുക്ക് എതിരായിട്ട് ബാധിച്ചിട്ട് ഒരു വശത്ത് മണ്ണ് വെക്കുകയും ഒരു വശത്ത് കടൽ തുരന്നെടുക്കുകയും ചെയ്യും. അപ്പോൾ വലതുവശത്ത് എപ്പോഴും തുരപ്പുണ്ടാകും. എന്ത് തരത്തിലുള്ള പഠനങ്ങൾ നടത്തിയെന്ന് പറഞ്ഞാലും അതെല്ലാം കള്ളത്തരമാണ്. കാര്യം ലോകം മുഴുവൻ അറിയാം. കൊച്ചി തൊട്ടിങ്ങോട്ട് കൊച്ചി തുറമുഖം വെച്ചതിന് ശേഷം തുരന്നത് പുറക്കാട് വരെയാണ് തുരന്നിരിക്കുന്നത്. കടലിലേക്ക് ഇങ്ങനെ കടൽ ചുഴച്ചെടുത്തുകൊണ്ട് പോകും. അങ്ങനെ 2 നില രണ്ട് നില വീട് ഉണ്ടായിരുന്നത് കടലിൽ പോയ ഒരു അമ്മയാണ്. ഒരു തകര ഷീറ്റ് പോലൊരു സംഭവത്തിൻ്റെ അകത്ത് ബാധിക്കലിരിക്കുക. ഞങ്ങൾക്കുണ്ട് മനുഷ്യാവകാശം എന്നും പറഞ്ഞ് ഒരു നീന്തൽ നടത്താൻ വേണ്ടി, കാര്യം ആൾക്കാരുടെ ശ്രദ്ധ പിടിക്കാൻ, കാര്യം അവകാശം കവർന്നെടുക്കുകയും അവകാശം ഇല്ലാതാക്കുകയും ചെയ്ത ഒരു സമൂഹത്തിന് വേണ്ടിയുള്ള അവകാശ പോരാട്ടത്തിൻ്റെ ഭാഗമായി അമ്മയോട് ചെന്ന് തൊഴിലാളി നേതാവ് ചോദിച്ചു, നീന്താൻ പറ്റുമോ ഞങ്ങൾക്കൊപ്പം എന്ന് പറയും. അപ്പോൾ അവർ നീന്തണവരാണ്, കടലിൽ നീന്തണ സ്ത്രീയാണ്. അപ്പോൾ നീന്താം. പക്ഷേ അപ്പം ഞാൻ ചോദിച്ചാൽ മക്കളിവിടെ ഇല്ലേ? ഞങ്ങളല്ല, കൂടെ ഉണ്ടായിരുന്ന സഹോദരങ്ങൾ ചോദിച്ച് മക്കളില്ലേ എന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു, മക്കളെ ഞാൻ 2 പേരെയും ബ്രിട്ടനിൽ വിട്ടിരിക്കുകയാണെന്ന് പറഞ്ഞു. 2 പേരെ ഇംഗ്ലണ്ടിലോട്ട് വിട്ടിരിക്കുകയാണെന്ന് പറഞ്ഞു. എന്തിനു? സ്റ്റഡി വിസയിൽ പോയിരിക്കുകയാണ്. അപ്പോൾ അവൻ അമ്മയുടെ കാലെ പിടിച്ച് പറഞ്ഞ്, അമ്മ ഞാൻ പോകത്തില്ല. കാരണം സ്റ്റഡി വിസയിൽ പോയാലുള്ള കുഴപ്പം, ഇനി 10-20 അതിൻ്റെ കടങ്ങളൊക്കെ പരിഹരിച്ചു. പിന്നെ ഞാനവിടെ ജോലി വാങ്ങിച്ചു, അതിൻ്റെ ലോൺ എടുത്തു, അതടച്ചൊക്കെ വരുമ്പോൾ 20 കൊല്ലമാവും എല്ലാം തീരുമ്പോൾ. അപ്പം എനിക്ക് നാട്ടിൽ വരാൻ അമ്മയുടെ മുഖം കാണാൻ പറ്റത്തില്ല, എന്നെ പറഞ്ഞു വിടല്ലേ എന്ന് പറഞ്ഞു. അപ്പോൾ അമ്മ തിരിച്ചു പറയും, മകനെ, എൻ്റെ മുഖം നീ കാണത്തില്ലെന്ന് എനിക്കറിയാം, പക്ഷേ ഞങ്ങൾ ഇത്രയും നാൾ ആറ്റിക്കുട്ടി ഉണ്ടാക്കിയതാണ് കടൽ കൊണ്ടുപോയത്. അതേസമയം തന്നെ നീ ഇവിടെ നിൽക്കുകയാണെങ്കിൽ ഞങ്ങൾ മരിക്കുമ്പോൾ 2 ദിവസം നിനക്ക് ദുഃഖം ഉണ്ടാവും. അത് കഴിയുമ്പോൾ നീ ഭക്ഷണം കഴിക്കുക, നിന്റെ കുഞ്ഞുമായിട്ട് ഇവിടെ ജീവിക്കും. പക്ഷെ കടങ്ങൾ ഒരു കാലത്ത് മാറത്തില്ല. 2 ദിവസത്തെ ദുഃഖമാണ് നിനക്കുണ്ടാകാൻ പോണത്. ഞങ്ങൾ മരിക്കുമ്പോൾ ഞങ്ങളുടെ കൂടെ ഉണ്ടായിക്കഴിഞ്ഞാൽ
പക്ഷേ എന്താ സംഭവിക്കണത്? നിനക്ക് അതിനുശേഷം ഈ ജന്മം മുഴുവൻ ദുഃഖമായിരിക്കും. അപ്പോൾ അതുകൊണ്ട് കണ്ടാലും കണ്ടില്ലേലും നീ പോകണമെന്ന് പറയും. ഒരു സിറ്റുവേഷൻ കണ്ട തൊട്ടടുക്കുമ്പോഴാണ് നമുക്ക് ഈ പ്രസ്താവനകളൊക്കെ ഇറക്കാൻ എളുപ്പമാണ്. പക്ഷേ മനുഷ്യൻ്റെ അവസ്ഥകൾ കണ്ടില്ലേ? അതാണ് അവസ്ഥ. ആ മകൻ കയറിപ്പോയിരിക്കുകയാണ്. ഇനിയിപ്പോൾ പഠനത്തിൻ്റെ വിസാക്കൊക്കെ പോയിരിക്കുകയാണ്. ഇവിടെ ഒന്നും ഉള്ള ആൾക്കാരല്ല, ഉള്ളതെല്ലാം കടൽ കൊണ്ടുപോയവരാണ്. അവൻ തിരിച്ച് അമ്മയുടെ മരിപ്പിന് പോലും വരത്തില്ല. അതാണ്. അപ്പോൾ അവർക്കൊക്കെ അവകാശമില്ലേ? അപ്പോൾ ഇങ്ങനെ ഒരു സിറ്റുവേഷൻസാണ് മനുഷ്യരാശി ഒരു ഷിഫ്റ്റിംഗ് മോഡിലാണ് ഇരിക്കുന്നത്. നമ്മൾ വളരെ അന്തസ്സോടെയൊക്കെ പറയുമെങ്കിലും ഒരു ഷിഫ്റ്റാണ്, ഒരു ടൈമാണ് ഈ സമയം. അതേസമയം ഒരു സ്ഥലത്തു നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ആൾക്കാർ. ചിലർ തിരിച്ചു വരും, ചിലർ വരത്തില്ല. ചിലർ തിരിച്ചു വരും. കാര്യം ഞാൻ എൻ്റെ ഇടവകയിൽ തൈക്കാട്ടുശ്ശേരിയിൽ ഞങ്ങൾ പെരുന്നാളൊക്കെ നടത്തിയിട്ട് അവസാനം എല്ലാവർക്കും വേണ്ടി ഞാനൊരു ഡിന്നർ അറേഞ്ച് ചെയ്തു. അപ്പം ഞങ്ങളെല്ലാവരും പെരുന്നാളിന് സഹായിച്ചവരെയും കൂടെയുള്ള കമ്മിറ്റിക്കാരും അവരുടെ ഭാര്യമാരും മക്കളെല്ലാവരെയും വിളിച്ചിട്ടുണ്ട്. അപ്പോൾ ഞങ്ങളൊരു വീട്ടിൽ കൂടി അങ്ങനെ ഇരുന്നുകൊണ്ട് പതുക്കെ പ്രാർത്ഥിക്കുമ്പോൾ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞാൻ കാനഡയിലുള്ള ഒരു മകൻ അവിടെ ലീവിന് വന്നിട്ടുണ്ട്. അപ്പോൾ അവനോട് അവൻ്റെ അപ്പൻ വളരെ പ്രായമുള്ള നല്ലൊരു അധ്യാപകനായിരുന്നു. അപ്പോൾ അങ്ങോട്ട് തിരിഞ്ഞിരിപ്പുണ്ട്, അപ്പുറത്ത് ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പനോട് ഇരിപ്പുണ്ട്, മകൻ എൻ്റെ അടുത്തിരിക്കുക. അപ്പോൾ ഞാൻ പറഞ്ഞു, എന്നാ പരിപാടി, തിരിച്ച് വരുന്നുണ്ടാ? അപ്പോൾ അവൻ അപ്പനെ പുറകോട്ട് നോക്കി വെച്ച് വരത്തില്ലെന്ന്. എന്തൊക്കെ അപ്പം അറിയണ്ട, വരത്തില്ല, വരാൻ പറ്റുന്ന കണ്ടീഷനല്ല. അതായത് നമ്മളുടെ ഇവിടുത്തെ ഒരു അവസ്ഥയിൽ നമുക്ക് അതിജീവനം വിഴിഞ്ഞത്ത് മാത്രമല്ല, കേരളം മുഴുവനും ജീവിത സാഹചര്യം മുഴുവനും ഒത്തിരിയേറെ പേര് വ്യത്യസ്തമായ രീതികളിൽ അതിജീവനത്തിൻ്റെ അവസ്ഥകളിൽ തന്നെയാണ്. കോവിഡ് കഴിഞ്ഞോടുകൂടി കടങ്ങൾ ഇരട്ടിയായില്ലേ അല്ലേ? കോവിഡ് കഴിഞ്ഞോടുകൂടി കടങ്ങൾ ഇരട്ടിയായി. അച്ഛനെന്താ പറഞ്ഞത്? കടം ഇരട്ടിയാകുകയും ചെയ്യും. കേന്ദ്ര സർക്കാർ ഗവൺമെൻറ്റും അതുപോലെ തന്നെ സ്റ്റേറ്റ് ഗവൺമെൻറ്റും ഈ കാര്യത്തിൽ നമ്മളുടെ കടങ്ങളെ പരിഹരിക്കാൻ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. അത്ര കണ്ട് കടങ്ങളിലായിപ്പോയി. അപ്പോൾ മനുഷ്യൻ പരക്കം പാഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എന്ന് വെച്ചാൽ നമ്മൾ ആശ്രയം വെച്ച ഇടങ്ങളെല്ലാം നമ്മളെ തള്ളിപ്പറഞ്ഞുകൊണ്ട് നമ്മളിങ്ങനെ ഒറ്റക്കാകണ പോലെ തോന്നുന്നതാണ്. അതുകൊണ്ടാണ് ഈ മനുഷ്യന്മാർ ദൈവത്തോട് ഇങ്ങനെ മുറുകെ പിടിക്കുന്നതിൻ്റെ കാരണം. എൻ്റെ വിഷയം അതാണ്.